ഹായ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇന്നത്തെ വീഡിയോ നമുക്ക് ഓണത്തിനൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ മേക്കിംഗ് വീഡിയോസ് എല്ലാം എടുത്ത് വെക്കാറുണ്ട്. വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച സിമ്പിൾ മോഡലാണ്. പിന്നെ എനിക്ക് തോന്നി ബിഗിനേഴ്സൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള 2 മോഡൽ കമ്മലാണ്. ലക്ഷ്മിയുടെ ലോക്കറ്റ് വെച്ചിട്ടും അതുപോലെ ബെൻഡ് ട്യൂബും കുറച്ച് കുന്തൻ സ്റ്റോണും വെച്ചിട്ട് നമ്മൾ സ്റ്റഡ് മോഡലാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, ഈസിയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ജ്വല്ലറീസ് ഒക്കെ ചെയ്യാൻ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓൺലൈൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു DM ചെയ്തോളൂ. നമ്മൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. നമ്മുടെ അടുത്ത ബാച്ച് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ബാച്ചിലേക്ക് ആഡ് ആവാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഫസ്റ്റ് തന്നെ ലക്ഷ്മിയുടെ ലോക്കറ്റിലേക്ക് ഇതുപോലെ ഒരു കുന്തൻ സ്റ്റോൺ, ഇതൊരു 4 ഹോൾ വരുന്ന കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലെ സ്റ്റോൺ വേറൊരു കളറായിരുന്നു. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ബ്ലൂ കളറ് സ്റ്റോൺ അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക ചെയ്തത്. സെയിം അതേ സ്റ്റോൺ തന്നെ 2 സൈഡിൽ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുറ്റും വൈറ്റ് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോൺ ചെയിൻ ഞാൻ പീസായിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ആ ഒരു സ്റ്റോൺ ചെയിൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അത് ഒട്ടിക്കാത്ത സിമ്പിളായിട്ട് ചെയ്യുന്നതായിരുന്നു ഭംഗി. പക്ഷേ കസ്റ്റമർക്ക് അത് വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുത്തത് കേട്ടോ. എനിക്ക് ആ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കാതെ ഈ ഒരു സ്റ്റോൺ മാത്രം ഒട്ടിച്ചത് നല്ല ഭംഗിയുണ്ട്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോൺ മാത്രം ഒട്ടിച്ചതാണോ സ്റ്റോൺ ചെയിനും കൂടി വന്നപ്പോഴാണോ ഭംഗിയായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇങ്ങനെ ചെയ്യുമ്പോൾ വേണ്ട ആ സ്റ്റോൺ എടുത്ത് കാണിക്കുന്നുണ്ട്. വൈറ്റും കൂടി വരുമ്പോൾ ഒന്ന് ഡള്ളായ പോലെയാണ് എനിക്ക് തോന്നുന്നത്. വൈറ്റ് ആണെങ്കിൽ എടുത്ത് കാണിക്കുന്നുമില്ല, അതങ്ങനെ ഒരു ഡള്ളായ പോലെ. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ അവരുടെ ഇഷ്ടത്തിനാണല്ലോ നമ്മൾ വർക്കുകൾ ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് സജഷൻ പറയാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവർക്കത് എന്തോ ഈ ഒരു സ്റ്റോണും കൂടി വരുമ്പോഴാണ് അവർക്ക് ഡ്രസ്സിന് മാച്ച് ആവുള്ളൂ എന്ന് തോന്നുന്നു. അറിയില്ല, നമുക്ക് അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ സ്റ്റോൺ ചെയിൻ നമുക്ക് കറക്റ്റ് ആ റൗണ്ട് ഇതിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് ഓരോ പീസ് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. B7000 ഗ്ലൂ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുന്നതിന് മുമ്പ് സ്റ്റഡിൻ്റെ ബേസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിച്ച് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കത് പിടിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഞാനത് പെട്ടെന്ന് ഓർത്തില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റഡ് ബേസ് ബാക്കിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി സ്റ്റോണുകൾ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ, അതായത് സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിച്ച് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ പിടിച്ച് കഴിഞ്ഞാൽ സ്റ്റഡ് ബേസ് നീങ്ങിപ്പോവും. ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റോണുകളൊക്കെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. സ്റ്റഡിൻ്റെ ആ ബേസിൽ നമുക്ക് പിടിച്ചിട്ട് സ്റ്റോണുകളൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി സ്റ്റോണുകളൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ നീല സ്റ്റോൺ ഒട്ടിച്ചതിൻ്റെ താഴേന്ന് തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുന്നത് അപ്പുറത്തെ നീല സ്റ്റോണിൻ്റെ താഴെ, അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളൊരു സ്റ്റഡാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ഹെവി ആയിട്ടൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള വർക്കാണ്. ഇത് രണ്ടും അങ്ങനെ തന്നെയാണ്. സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് സാരിയുടെയും അതുപോലെ തന്നെ പട്ടുപാവാടയുടെ ഒക്കെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു പെൻഡൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതുപോലത്തെ ലോക്കറ്റൊക്കെ നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ വെറൈറ്റി കമ്മലുകൾ, മാലകളൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പുകൾ ഒക്കെ ചെയ്യാൻ പറ്റും. ട്രഡീഷണൽ ജ്വല്ലറികൾ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ചെയ്യാം കേട്ടോ. ചെയിനായിട്ടും അതുപോലെ മോതിരമായിട്ടും ചെയ്യാം, സ്റ്റഡ്, ഹാങ്ങിങ്സ് വരുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ്, ഹെയർ ക്ലിപ്പും ജ്വല്ലറീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിലൊന്ന് കയറി നോക്കി നോക്കൂ. നല്ല ഭംഗിയുള്ള മോഡലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹെവി ഇഷ്ടമുള്ളവർക്കും അതുപോലെ സിമ്പിളായിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഈ ഒരു ലോക്കറ്റ് തന്നെ വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ സ്റ്റോണൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഡ്രൈ ആയതിന് ശേഷം പിന്നെ നമുക്ക് ലെവലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഉണങ്ങുന്നതിന് മുമ്പ് ഇത് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ള് സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞു. കണ്ട ആ സ്റ്റോൺ വന്നപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയൂ കേട്ടോ. ഈ ഒരു മോഡലിൽ സ്റ്റോൺ വരാത്തതാണോ ഭംഗി എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത മോഡൽ ചെയ്യാം. അതിന് നമ്മളിവിടെ ബെൻഡ് ട്യൂബാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയലിന് പറയുന്നതാണ് ബെൻഡ് ട്യൂബ്. ഇത് വെച്ചിട്ട് നമുക്ക് മാല ചെയ്യാം. മാലയാണ് മെയിനായിട്ട് ചെയ്യുക. ഇതുപോലത്തെ കമ്മലൊക്കെ നമ്മുടെ ഐഡിയയിലനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. മാല, ബ്രേസ്ലെറ്റ്, പാദസരമൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇത് നമ്മൾ 2 ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിത് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെൻഡ് ട്യൂബിൻ്റെ ഇതേ മോഡൽ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. കമ്മൽ, അതുപോലെ തന്നെ മാല, പാലക്കയുടെയൊക്കെ മാല നമ്മൾ ഡബിൾ ലെയറിൽ വരുന്നതൊക്കെ ഈ ഒരു രീതിയിൽ സിംഗിൾ ലെയറിൽ വരുന്നതൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കയറി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പഴയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കുറച്ച് ഓൾഡ് വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെയൊക്കെ മോഡൽ കിട്ടും. കുറേ വെറൈറ്റീസ് നമ്മൾ ഈ ഒരു ബെൻഡ് ട്യൂബ് വെച്ച് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടും നല്ല ഭംഗിയായിട്ടും നമുക്ക് ഗോൾഡിൻ്റെ അതേ ലുക്കിലൊക്കെ വരുന്ന കുറേ വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇനി നമ്മൾ ആദ്യം തന്നെ ബാക്കിൽ സ്റ്റഡ് ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ബാക്കിൽ സ്റ്റഡ് ഒട്ടിക്കാം. സ്റ്റഡ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് സ്റ്റോണുകൾ ഒട്ടിക്കാം. അപ്പോൾ നമുക്ക് പിടിച്ച് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഈ ഒരു ബെൻഡ് ട്യൂബ് നമുക്ക് ഫ്രണ്ടിൽ സ്റ്റോൺ ഒട്ടിക്കുന്ന സമയത്ത് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ പിടിക്കുന്ന സ്ഥലത്തൊക്കെ സ്റ്റോൺ ഒട്ടിക്കണ്ടേ. അപ്പോൾ അതിന് നമ്മൾ എന്തായാലും ബാക്കിൽ സ്റ്റഡ് ബേസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നിങ്ങൾക്ക് അതുമ്പോൾ പിടിച്ച് സ്റ്റോണുകൾ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. ഇനി ഇതേ ഫ്രണ്ടിൽ മുകളിൽ നമ്മൾ ഒരു റെഡ് സ്റ്റോണാണ് കേട്ടോ, ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന റെഡ് സ്റ്റോണാണ് ഒട്ടിക്കുന്നത്. താഴേക്ക് നമ്മൾ ഗ്രീൻ കളർ ചെറിയ റൗണ്ടിൽ വരുന്ന സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാൻ. അപ്പോൾ ആ ഗ്രീൻ കളർ ഒട്ടിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യാം. നമുക്കത് ഫില്ല് ചെയ്ത് പോവാം. ഈ ഒരു ബെൻഡ് ട്യൂബിനെ ഫില്ല് ചെയ്ത് സ്റ്റോൺ ഒട്ടിച്ച് പോവാം. പക്ഷെ അതിലും ഭംഗി നമുക്ക് ഈ ഒരു ഗോൾഡൻ കളർ കാണുന്നതാണ്. അപ്പോഴാണ് ആ ഒരു ട്രഡീഷണൽ ലുക്കും കൂടി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. ഗ്യാപ്പിൽ ഗോൾഡ് കളർ വരുന്നത് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഐഡിയയ്ക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് മുമ്പ് സ്റ്റോണുകളൊക്കെ ലെവൽ ചെയ്ത് പോവാം കേട്ടോ. ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര പാടാണ് അതിനെ കറക്റ്റ് ആക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. B7000 ഗ്ലൂ ആയതുകൊണ്ട് തന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒട്ടിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട അങ്ങനെ വിട്ടു പോകുന്നൊന്നും. പിന്നെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിയാണ്, നമ്മൾ അതിനനുസരിച്ച് അതുപോലെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. അത് നിങ്ങൾ കസ്റ്റമേഴ്സിനോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കുക, ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ നമ്മൾ യൂസേജ് കഴിഞ്ഞാൽ അതിൻ്റേതായ രീതിയിൽ എടുത്ത് സൂക്ഷിച്ച് വെക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് കളറൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ വിട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കമ്മലായാലും മാലയായാലും അതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നിങ്ങൾ പ്രത്യേകം കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഇനി നമ്മൾ താഴെ ഗ്രീൻ സ്റ്റോൺ, ആ ഒരു റെഡിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് നമ്മൾ ഗ്രീൻ ഒരെണ്ണം ഒട്ടിച്ച് കൊടുക്കുന്നത്. അതിന് കുറച്ച് താഴെ ഒത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ അടുത്ത ഗ്രീനും കൂടി ഒട്ടിച്ച് കൊടുക്കും. ഞാൻ ഇതിനു മുമ്പ് ചാനലിൽ ഈ ഒരു മോഡൽ അപ്ലോഡ് ചെയ്തത് കണ്ടിട്ടാണ് അവർ എനിക്ക് അങ്ങനെ അയച്ച് തന്നത് അതേ മോഡൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്നൊരു സജഷൻ ചോദിച്ചു. അപ്പോൾ അവർക്കിത് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മോഡലിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. 2 മോഡലിൻ്റെയും ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ആക്കിക്കോളൂ.